ഇദം തേ നാതപസ്കായ നാഭക്തായ കഥാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഇദം തേ നാതപസ്കായ നാഭക്തായ കഥാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. അർജുനൻ്റെ ജീവിതത്തിൽ ഇതം പ്രഥമമാണ് കുരുക്ഷേത്രത്തിൽ നടന്ന ആ ഒരു സംഘട്ടനം. എത്രയോ യുദ്ധം അർജുനൻ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഇങ്ങനെ ഒരു വലച്ചിൽ വന്നിട്ടില്ല. 12 കൊല്ലത്തെ വനവാസം കഴിഞ്ഞതിന് ശേഷം വിരാട നഗരത്തിൽ അജ്ഞാതമായി താമസിക്കുന്ന സമയത്താണ് പശുക്കളെ കട്ടുകൊണ്ടുപോലും പിടിക്കലുമൊക്കെ ആയി ദുര്യോധനും കൂട്ടരും കൂടി യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഉത്തരനടക്കം പോയി അത് നേരിടാൻ പറ്റാതെ സൈരന്ധ്രി പറഞ്ഞിട്ടൊക്കെ അർജുനൻ അങ്ങോട്ട് പോയി. അവിടെ ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കർണനുണ്ട്, ദുര്യോധനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഉള്ളപ്പോഴാണ് അർജുനൻ അമ്പെയ്ത് സർവ്വ ആൾക്കാരെയും മോഹാലസ്യപ്പെടുത്തിയിട്ടത്. അവിടെ അർജുനന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല, ഒരു വ്യാമോഹവും ആ സമയത്ത് ഉണ്ടായില്ല. അതേ അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്ന ഭീഷ്മനെയും ദ്രോണനെയും കണ്ടപ്പോൾ എന്തായി? സപ്തനാഡിയും തളർന്നു, വായ വരണ്ടു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വീണു, മനസ്സ് ചുഴലിക്കാറ്റായി. ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ യാതൊരാളും അവിടെ രക്ഷിക്കാനില്ല. തൻ്റെ മുൻപിൽ കുതിരകളുണ്ട്, അതിനൊന്നും പാവമൊന്നും മിണ്ടാൻ പറ്റില്ല. പിന്നെ ഒരു തേരാളി മാത്രമേ ഉള്ളൂ. ആ തേരാളിയുടെ മുമ്പിലാണ് അവശനായിട്ട് നോക്കിയത്. വേറെ ഒന്നുമില്ല, എനിക്ക് ശരണം അങ്ങ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കൃഷ്ണൻ എത്രമാത്രം വാചാലനായി. കരഞ്ഞുകൊണ്ടിരുന്ന അർജുനനെ നോക്കി 64 അക്ഷരം പറയുമ്പോഴേക്കും കണ്ണീരൊക്കെ നിന്നു. അർജുനൻ ചോദ്യമായി. പിന്നെ അത്ര ഫലവത്തായിരുന്നു കൃഷ്ണൻ്റെ സംസാരം. ഈ സംഭവം അർജുൻ പലരോടും പറയില്ലേ? പറയാതെ ഇരിക്കുമോ? അയ്യോ, ഞാൻ അവിടെ പോയി, ഞാൻ ഇങ്ങനെ ഉണ്ടായി, എന്നെ സഹായിക്കാൻ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കണുണ്ടോ നിങ്ങൾ? കൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം എന്നിങ്ങനെ പറയാണ്ടിരിക്കുമോ? ജീവിതത്തിൽ വലിയൊരു സംഭവമാണല്ലോ നടന്നിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സദ്ഗുരുവിനെ പോയി കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു, മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുന്ന വിചാരിക്കണേ? നിങ്ങളുടെ സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ പറയും തനിക്ക് ഉണ്ടായത് എന്താണെന്ന്, നിങ്ങൾ നല്ലവരാണെങ്കിൽ. അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കും. അപ്പോൾ പറയാണ്, ഞാൻ ഈ പറഞ്ഞു തന്നത് അങ്ങേ അറ്റത്തെ സത്യവും ധർമ്മവുമൊക്കെയാണ്. ഇത് പറഞ്ഞു കൊടുക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട്, വളരെ പ്രസക്തമാണ്. പക്ഷെ എനിക്കൊരു മുന്നറിയിപ്പ് നൽകാനുണ്ട് അർജുന. ഇദം തേ നാതപസ്കായ നാഭക്തായ കഥാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. പറഞ്ഞോളൂ, പക്ഷേ ആരോട് പറയണു എന്നുള്ളത് വളരെ നിർണായകമാണ്. നല്ല മനുഷ്യരോടെ പറയണ്ടു. ലോകത്തിലെ എല്ലാവരും എപ്പോഴും നന്നാവുന്ന ഒരു കാലമില്ല. ഇപ്പം തന്നെ എന്താ സ്ഥിതി? 7 അക്ഷൗഹിണി സേനയെ നിങ്ങൾക്ക് ഏഷ്യ ഭൂഖണ്ഡം മുഴുവൻ നടന്നിട്ട് കിട്ടിയുള്ളൂ. ദുര്യോധൻ്റെ പക്ഷത്തിൽ 11 ഉണ്ട്, നിങ്ങളെക്കാൾ 1.5 ഇരട്ടിയിലധികം. എന്താ അതിൽ നിന്ന് മനസ്സിലാവണത്? അധർമ്മികളാണ് ഇവിടെ കൂടുതൽ, അവർക്ക് കൂട്ടു നിൽക്കുന്നവരും ധർമ്മിഷ്ഠർ ചുരുക്കമാണെന്ന്. അപ്പോൾ ലോകത്തിൽ എപ്പോഴും മര്യാദ കെട്ടവരാണ് കൂടുതലുണ്ടാവുക, മര്യാദയുള്ളവർ ചുരുക്കും. ഇദം തേ നാതപസ്കായ നാഭക്തായ കഥാചന. അപ്പം അർജുനൻ പറയണത് പറഞ്ഞോട്ടെ, ആരോട് പറയരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നാതപസ്കായ, ജീവിതത്തിൽ തപസ് വേണം. എന്താ ഈ തപസ്? കാലത്ത് 8 മണിക്കോ 9 മണിക്കോ എണീക്കുക, പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കുക. അങ്ങനെയുള്ള കൂട്ടരുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അവരോടൊന്നും അത് പറയണ്ട. അവർ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് കഴിഞ്ഞോട്ടെ. നേരത്തെ എണീറ്റ് കുളിച്ച് കുറേ ഈശ്വരഭജനം, സന്ധ്യാവന്ദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും കിട്ടിയതൊക്കെ തിന്നുക, എപ്പോൾ വേണമെങ്കിൽ തിന്നുക. സന്ധ്യയില്ല, പ്രഭാതവും ഇല്ല, പ്രദോഷവും ഇല്ല, അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവരോടൊന്നും ഈ നല്ല കാര്യം പറയണ്ട. എല്ലാവരെയും പറഞ്ഞ് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഞാൻ തന്നെ ദുര്യോധനോട് സന്ധി പറയാൻ പോയിട്ട് എന്തുണ്ടായി? എന്നെ പിടിച്ച് കെട്ടാനാ നോക്കിയത്. അവിടെ ഒരു ചോരക്കളം ഒലിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്ചാതുര്യം കൊണ്ട് മടങ്ങിപ്പോന്നു.
ഇതാണോ ഒരു മനുഷ്യൻ ചെയ്യുക? ദൂത് പറയാൻ വന്നവനെ മര്യാദയോടുകൂടി സ്വീകരിക്കണം, ഒരിക്കലും അപമര്യാദ കാണിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് നമുക്ക് പ്രമാണമുണ്ട്. അതുപോലും അവൻ പരിപാലിച്ചില്ല. എന്താ സ്ഥിതി? അപ്പം അങ്ങനെയുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അർജുനോട് പറയാനുള്ള കാരണം, ഞാൻ പറയണത് കേൾക്കാൻ തയ്യാറായിരുന്നു, ഗ്രഹിക്കാനും തയ്യാറായിരുന്നു. എന്നെ ഇഷ്ടമാണ്, ആദരവാണ്, ഗുരുസ്ഥാനത്ത് ഇരിക്കാൻ പറഞ്ഞു, ശിഷ്യനാണെന്ന് പ്രഖ്യാപിച്ചു, എന്നിട്ട് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ തന്നപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം ഇത് ആരോട് വേണമെങ്കിൽ സംസാരിക്കരുത്. നാതപസ്കായ, തപസ്സില്ലാത്തവനോട് പറയരുത്. നാഭക്തായ, ഭക്തിയില്ലാത്തവനോട് ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇത് ഭക്തിയുള്ളവർക്ക് ഗോപ്യമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, നാട് മുഴുവൻ വിളംബരം ചെയ്യാനുള്ളതല്ല. ഇതം തേ നാതപസ്കായ നാഭക്തായ കഥാചന നചാശുശ്രൂഷവേ വാച്യം. ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് പറയരുത് എന്നൊരർത്ഥം. പിന്നെയോ നല്ലവരെയും മഹാജനങ്ങളെയും ഒക്കെ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടല്ലോ, അവരോടും പറയരുത്. ഈ മഹാജനങ്ങളുടെ അടുത്ത്, മഹാപുരുഷന്മാർക്ക് അടുത്ത്, തത്വജ്ഞാനികളുടെ അടുത്ത് പോയാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താ? നമ്രത, വിനയം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു പെൻസിലെങ്കിലും എടുത്തു കൊടുക്കാൻ സാധിച്ചാൽ എടുത്തു കൊടുക്കണം. ഒരു ശുശ്രൂഷ, പേഴ്സണലായിട്ടുള്ള സേവനം ചെയ്യാൻ തയ്യാറുള്ളവർ. അല്ലെങ്കിലോ പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തയ്യാറുള്ളവർ. നചമാം യോഭ്യസൂയതി. കൃഷ്ണനുണ്ടല്ലോ, എന്ത് കൃഷ്ണനാണ്! അർജുനൻ ആളെ തകർന്ന് തരിപ്പണായി. അപ്പം തരിപ്പണായപ്പോൾ കൃഷ്ണൻ എന്തൊക്കെയോ പറഞ്ഞങ്ങോട്ട് ഒപ്പിച്ചു. ആ സമയത്ത് എന്ത് പറഞ്ഞാലും അർജുനൻ കേൾക്കും. എന്താ? തകർന്നു പോയില്ലോ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു കൂടിയിരിക്കണതാ. എന്താ കൃഷ്ണൻ പറഞ്ഞത്? നത്വേവാഹം ജാതുനാസം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ കേട്ടുപോയി. നമ്മളൊക്കെ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല എന്ന് വാചാലമായിട്ട് പറഞ്ഞപ്പോൾ അർജുനൻ അത് വിശ്വസിച്ചതാ. അതല്ലെങ്കിൽ ഇത് ആരും പറഞ്ഞാൽ കേൾക്കില്ല. വലിയ ആത്മതത്വമൊക്കെ പറഞ്ഞിരിക്കുക. ഇത് എങ്ങനെയാണ് ശരിയാവുക? ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു, അവശനായി. അപ്പം അവശനായിട്ട് അവനെ നോക്കി എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. അങ്ങനെ ഒരു ദൗർബല്യത്തിലാണ് ഈ ഉപദേശം മുഴുവനും ഉണ്ടായത്. നേരെ മറിച്ച് അർജുനൻ വേണ്ടതുപോലെയൊക്കെ ആയി, വയറൊക്കെ നിറഞ്ഞു, നന്നായിരിക്കുന്നുണ്ട്, സന്തോഷമായിരിക്കുമ്പോൾ സംസാരിച്ചതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ദുർബലനെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. അവൻ തല ഉരുക്കി അങ്ങോട്ട് കേട്ടതാ എന്നൊന്നും പറയുന്നവരുണ്ടല്ലോ, അവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇതം തേ നാതപസ്കായ നാഭക്തായ കഥാചന നചാശുശ്രൂഷവേ വാച്യം നചമാം യോഭ്യസൂയതി. അപ്പം ഭഗവത്ഗീത വായിക്കണം, പറയണം, കേൾക്കണം, കേൾപ്പിക്കണം ഒക്കെ വേണം. പക്ഷേ ആർക്ക് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ വിവേകമില്ലാതെ കണ്ടോടത്തൊക്കെ പാറപ്പുറത്ത് വിത്തിട്ട മാതിരി ഇത് പറഞ്ഞു നടക്കരുത്. ഒരു നിർബന്ധം. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയ. ഈ ഒരു നിഷേധം പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയാം, ഞാൻ അർജുനുമായി സംസാരിച്ചത് വളരെ ഗുഹ്യമായിരിക്കുന്ന ഒരു ഉപദേശമാണിത്. എന്താ അവിടെ സംഭവം? കൂട്ടമരണം, വെറും മരണമല്ല, കൂട്ടക്കൊല. 45 ലക്ഷം പടയാളികളാണ്, 10 ഒഴികെ എല്ലാവരും മരിക്കാൻ പോണത്. ആ മരണം എങ്ങനെയാ? കൊന്നു വീഴുക. ആ മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ മരണം സംഭവിക്കാൻ പോണത് അർജുനൻ അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാലേ ബാക്കിയുള്ളവർ നീങ്ങാൻ പോകുള്ളൂ. അപ്പോൾ ഒരു നിലയ്ക്ക് അർജുനനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ നടത്തിപ്പ്. അങ്ങനെയുള്ള ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് ആലോചിച്ചായിരുന്നു അർജുനൻ്റെ മനസ്സിലുള്ള വിഷമം. ആ വിഷമം മുഴുവൻ തീർക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. അവിടെ കൊല എന്ന് പറയണത് നടക്കാൻ പോണു. മുത്തശ്ശനും ആചാര്യനും എല്ലാവരും അവിടെ വീഴാൻ പോവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് ആലോചിച്ച് വേവലാതിപ്പെട്ട് നിവൃത്തിയില്ലാതെ വട്ടം തിരിയുന്ന അർജുനൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഉപദേശമാണ്. ആ ഉപദേശം വളരെ വളരെ രഹസ്യ. എന്താ ഉപദേശം? അർജുന,
എല്ലാവരെയും ആത്മാവായി കാണും. ആത്മാവിന് ജനനമില്ല, മരണമില്ല. ഇവിടെ മരിക്കാൻ പോണതും യുദ്ധം ചെയ്യാൻ പോണതുമൊക്കെ ദേഹവുമാണ്. ആ ദേഹപ്രവർത്തനമൊന്നും ദേഹപരിണാമമൊന്നും ആത്മാവിന് ബാധകമല്ല. അതുകൊണ്ട് ഭീഷ്മരിൽ അമ്പെയ്യുമ്പോഴും ഭീഷ്മൻ്റെ ശരീരത്തിലേ അമ്പ് വീഴുന്നുള്ളൂ, ആത്മാവിൽ വീഴുന്നില്ല എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്തോളൂ എന്ന് പറയുക. നിങ്ങൾ കേൾക്കണുണ്ടോ ഇതിൻ്റെ ഗൗരവം? എന്താ ഇതിൻ്റെ ഗൗരവം എന്ന് ആലോചിക്കൂ. മനുഷ്യൻ ശരീരമല്ല, ആത്മാവാണ്. ആ ആത്മാവ് ജനിക്കണമില്ല, മരിക്കണമില്ല, അതിന് ക്ഷതമേൽക്കില്ല. ഈ ഒരു സത്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദേഹത്തെ എത്ര വേണമെങ്കിൽ പൊരുതിക്കൊള്ളൂ എന്ന് പറയുക ഒരു വിശേഷ ഉപദേശമല്ലേ അപ്പ? വളരെ രഹസ്യമാണത്, പരമവും ഗുഹ്യവുമായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ഗുഹ്യമായിരിക്കുന്ന ഈ ഉപദേശം മദ്ഭക്തേഷ്വഭിധാസ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വേറെ ആർക്കും കൊടുക്കരുത്. ഭക്തിയില്ലാത്തവർക്ക് പറയരുത്. ഇത് കേട്ട് സംശയിക്കുന്നവർക്ക് പറയരുത്. എന്നെ സംശയിക്കുന്നവരും പറയരുത്, അവരോടും പറയരുത്. മദ്ഭക്തേഷ്വഭിധാസ്യതി. അതെങ്ങനെ പറയണം? ഭക്തിം മയി പരാം കൃത്വ, ഭക്തിം മയി പരാം കൃത്വ. കൃഷ്ണൻ ഇങ്ങനെ ഉപദേശിച്ചു. ഈ ഉപദേഷ്ടാവ് കൃഷ്ണൻ ഉപായപ്പെട്ടവനല്ല, അദ്ദേഹം പരമാത്മാവ് പ്രത്യേകമായി ഒരു രൂപം കൈക്കൊണ്ട പോലെ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഇത് പറയാനോ ഗ്രഹിക്കാനോ ഗ്രഹിപ്പിക്കാനോ സാധിക്കില്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കി അങ്ങേയറ്റം ആദരവോടുകൂടി വേണം പറയാൻ. അങ്ങനെ ആദരവോടുകൂടി പറയുമ്പോൾ എന്തായി? ഇത് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ പ്രയോജനമുണ്ടെന്ന് മാത്രമല്ല, മാമേ വൈശ്യത്യ സംശയ, ആ പറയുന്നവൻ അതുവഴി ആ പുണ്യകർമ്മം മൂലം ആ ജ്ഞാനപ്രധാന പുണ്യമഹിമ കൊണ്ട് എൻ്റെ അടുത്ത് വരും, എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ഭഗവത്ഗീത പറഞ്ഞു നടന്നാൽ മതി ഒരു മനുഷ്യന് അങ്ങേയറ്റത്തെ ഔന്നത്യം ജീവിതത്തിൽ കിട്ടാൻ. ഭക്തിം മയി പരാം കൃത്വ, എന്നോട് പരമമായ ഭക്തി വേണം. എന്താ ഈ പരമഭക്തി? പരമഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രതിഫലം അതിൽ നിന്ന് ഉദ്ദേശിക്കരുത്, ഫലാപേക്ഷയില്ലാതെ. ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാമേ വൈശ്യത്യസംശയ. അപ്പോൾ ആരോടൊക്കെ പറയരുത്, എങ്ങനെ പറയണം, ഇതൊക്കെ മനസ്സിലായി. ആരോടൊക്കെ പറയരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ പറയാമല്ലോ. എങ്ങനെ പറയണം എന്നും കൂടി പറഞ്ഞാൽ ഇതല്ലാതെ പറഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഭഗവത്ഗീത വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അനുസരിക്കുന്നതും വേണ്ടി വന്നാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ അങ്ങേയറ്റത്തെ ഭക്തിയെ ആശ്രയിച്ചുകൊണ്ട് കൃഷ്ണന് വേണ്ടത്ര ആദരവും കൃഷ്ണനിൽ ആശ്രയവും തോന്നിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. 18 അധ്യായമാണല്ലോ ഭഗവത്ഗീതയിൽ. മധ്യവയസ്സിലാണ് ഈ സംവാദം നടന്നത് കുരുക്ഷേത്രത്തിൽ അർജുനും കൃഷ്ണനും തമ്മിൽ. കൃഷ്ണന് 125 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദ്വാരകയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉദ്ധവൻ തനിയേ ചെന്ന് അങ്ങേ വിട്ടിരിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവിടെയും ഉപദേശിച്ചത്. അവിടെ സഞ്ജയനെ പോലെ ഒരാളില്ല, അവർ 2 ആൾ മാത്രമേ ഉള്ളൂ. 2 ആൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് അവിടെ പോയതും ഒറ്റയ്ക്കാണ് പറഞ്ഞു കൊടുത്തത്. അത് 24 അധ്യായമുണ്ടത്. അത് കൃഷ്ണൻ്റെ ജീവിതത്തിൽ അന്തിമോപദേശമാണ്. പിന്നെ പ്രകടമായൊരു വ്യത്യാസം, ഇവിടെ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മശാസ്ത്രമായിട്ടാണ് പറഞ്ഞത് ആത്മജ്ഞാനം. അവിടെ ഉദ്ധവനോട് പറഞ്ഞതോ എല്ലാം വിട്ട് ബദരികാശ്രമത്തിൽ പോയിരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് തൻ്റെ ശരീരം തന്നെത്താനെ വീണുപോട്ടെ എന്നുള്ള ഉപദേശമായിരുന്നു. അപ്പോൾ ഇവിടെ കർമ്മശാസ്ത്രമാണെങ്കിൽ അവിടെ കർമ്മവിരാമശാസ്ത്രമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഒരേ ഉപദേശം തന്നെയാണ് ആത്മാവിനെ സംബന്ധിച്ച്. പക്ഷേ അതിൻ്റെ ആ പ്രായോഗിക സ്വാധീനത്തിലാണ് മാറ്റം. അവിടെ ശ്രീകൃഷ്ണൻ പറയണത് എന്താ? ഉദ്ധവനോട് പറഞ്ഞതിന് ശേഷം യേതൻ മമ ഭക്തേഷു സംപ്രദദ്യാത്സു പുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യ ആത്മാനമാത്മനാ. ഉദ്ധവനോട് പറയാ, യേതൻ മമ ഭക്തേഷു സംപ്രദദ്യാത്സു പുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യ ആത്മാനമാത്മനാ.
ഇവിടെ ഇപ്പോൾ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അർജുൻ അതിനെപ്പറ്റി ബാക്കിയുള്ളവരോട് സംസാരിക്കാം ഒരു സാധ്യത. പക്ഷേ ഈ ഉപദേശം നമ്മൾ കണ്ടതെന്താ? വേദവ്യാസ മഹർഷി ഹസ്തിനപുരത്തിൻ്റെ ആ അധപ്പതനം വർണ്ണിക്കുന്ന സമയത്ത് ഒരു ചരിത്രഗ്രന്ഥമായി എഴുതി മഹാഭാരതം. ആ മഹാഭാരതത്തിൽ ഈ സംവാദവും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. യുദ്ധസംഭവമല്ലേ, അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉൾപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് ഇത് വായിക്കാനും ചിന്തിക്കാനും കേൾക്കാനും പരാമർശിക്കാനും വ്യാഖ്യാനിക്കാനും ഭാഷ്യമെഴുതാനും അനവധി ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഈ ഭഗവത്ഗീത അർജുനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വ്യാസദേവൻ അതിന് രൂപം കൊടുത്തപ്പോൾ, ഗ്രന്ഥരൂപത്തിൽ രൂപം കൊടുത്തപ്പോൾ അതൊരു ശാശ്വത രചനയായി മാറി. അപ്പോൾ എണ്ണമറ്റ തലമുറകൾ ഇത് ഉപയോഗിക്കാൻ പോവാണ്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവർക്കും കൂടി ബാധകമാണ് ഈ പറയുന്നത്. എൻ്റെ ഭക്തന്മാർക്ക് വേണം ഇത് പറയാൻ, തപസ്സില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്, ഭക്തിയില്ലാത്തവർക്ക് പറയരുത്, സേവനം ഗുരുവിനെ ചെയ്യാൻ തയ്യാറില്ലാത്തവർക്ക് പറയരുത്. എന്തെങ്കിലും തരത്തിൽ കൃഷ്ണൻ്റെ വാദമുഖങ്ങളോ പറഞ്ഞ കാര്യങ്ങളോ ശരിയല്ല, അതാണ് ഇതാണെന്ന് ഇങ്ങനെ കുറ്റം പറയുന്നവരെയും അവരെയും ഒഴിവാക്കണം. ഭക്തിയോടുകൂടി പറഞ്ഞാൽ അത് മാത്രം മതി ഈശ്വരപ്രാപ്തിക്കും ഈശ്വര സായുജ്യത്തിനും എന്ന് പറഞ്ഞു. അവിടെ പറയണതോ യേതൻ മമ ഭക്തേഷു സമ്പ്രദദ്യാത് സുപുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യ ആത്മാനമാത്മന. എൻ്റെ ഈ ഉപദേശം അത് വാസ്തവത്തിൽ എല്ലാവർക്കും ബാധക. സർവ്വ ആൾക്കാരും ഇവിടെ ശരീരം വിട്ടു പോകാനുള്ളവരാണ്. അതിൻ്റെ കാലാവധിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു കുട്ടി ജനിച്ചാൽ ഒരു ജാതകം എഴുതാം, ഈ കുട്ടി ഒരു കാലത്ത് മരിക്കും, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള ജാതകങ്ങളൊന്നും ശരിയായി ഇത് വരില്ല. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ മരിക്കാൻ പോകുന്നവരാണ്. ആ മരണാവസരത്തിൽ ഉദ്ധവന് ഉപദേശമായി ഇത് പ്രയോജനപ്പെടുമോ എന്ന് ചോദിച്ചാൽ പിന്നെ പോകുന്നതിന് മാത്രമല്ല, ഉദ്ധവന ഉപദേശത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടു. നമ്മുടെ ധർമാനുഷ്ഠാനങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് അതിൽ. ഇത് എൻ്റെ ഭക്തന്മാരിൽ ആരാണോ സംപ്രദദ്യാത് സുപുഷ്കലം, ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഉദ്ധവന് പറഞ്ഞു തന്ന ഈ വിശേഷപ്പെട്ട ജ്ഞാനമുണ്ടല്ലോ, ഈ ജ്ഞാനം ഇതേ രൂപത്തിൽ എൻ്റെ ഭക്തന്മാരിൽ ആരാണോ പ്രദാനം ചെയ്യുന്നത്, പൊതുവെ അങ്ങനെ വിതരണം ചെയ്യുന്നത്, തസ്യാഹം ബ്രഹ്മദായസ്യ, ആ ആൾ വാസ്തവത്തെ ബ്രഹ്മത്തെ ദാനം ചെയ്യാണ്. ബ്രഹ്മം പറഞ്ഞു കൊടുക്കുക. ഇതാ എല്ലാവരും ഗ്രഹിച്ചോളൂ, പിടിച്ചോളൂ, സാക്ഷാത്കരിച്ചോളൂ, ഇതാ പരബ്രഹ്മം, ഇതാ പരമാത്മാ, ഇതാ പരമേശ്വരൻ, ഇതാ ഭഗവാൻ എന്നിങ്ങനെ എല്ലാവർക്കും കയ്യിൽ വാരി കോരി കൊടുക്കുന്നതുണ്ടല്ലോ. ദദാമ്യ ആത്മാനമാത്മന, ആ ആൾക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കും. ആ ആള് കൃഷ്ണനായി തീരും. കൃഷ്ണൻ്റെ യോഗ്യതകളും മഹിമകളും വൈഭവങ്ങളും എല്ലാം ആ ആൾക്ക് ഞാൻ പകർന്നു കൊടുക്കും. ഒരു ക്ഷാമവും ഒരു കുറവും ഒരു ലോപവും അതിൽ വരില്ല. യേതൻ മമ ഭക്തേഷു സമ്പ്രദദ്യാത് സുപുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദാമ്യ ആത്മാനം ആത്മനാ. ഭഗവത്ഗീതയിൽ 69-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയാണ്, നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. കൃഷ്ണൻ പറയാണ്, നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ. എന്താ പറഞ്ഞത് മുമ്പ്? യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവ ഇഷ്യത്യസംശയഃ. പരമഗുഹ്യമായിരിക്കുന്ന ഈ ഉപദേശം എൻ്റെ ഭക്തന്മാർക്കിടയിൽ ആരാണോ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ച് ഉത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്, എന്നിൽ പരമഭക്തിയോടുകൂടി ആ കൂട്ടരെ പറ്റി പറയുകയാണ്. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി.
തൻ്റെ ജീവിതം ഈ ഭഗവത്ഗീത ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി മാത്രം വിനിയോഗിച്ച് അതിന് തന്നെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുണ്ടല്ലോ, ആ ആളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആ ആളെ കവച്ചു വയ്ക്കാനായി എൻ്റെ ഭക്തൻ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇപ്പം ഇല്ല, ഉണ്ടാവൂല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയണത്? നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ. തസ്മാത് ഏകവചന ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉൾപ്പൊരുൾ സാക്ഷാത്കരിക്കാനും കൂടി സാധിച്ചാൽ വളരെ വിശേഷം. അങ്ങനെ സാക്ഷാത്കാര അനുഭവസിദ്ധിയോടുകൂടി ആരാണോ ഈ ഭഗവത്ഗീതയെ എൻ്റെ ഭക്തന്മാർക്ക്, മനുഷ്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, തസ്മാത് ആ ആളേക്കാൾ മികച്ച ഒരാൾ, കശ്ചിന്മേ പ്രിയകൃത്തമഃ, എനിക്ക് പ്രിയപ്പെട്ടവനായിട്ടില്ല, ഇല്ല, ഇല്ല. അപ്പം ഞാൻ പറയും, ഈ കൂട്ടത്തിൽ എനിക്ക് ഫസ്റ്റിൽ സീറ്റ് കിട്ടുന്ന 62 കൊല്ലമായി ഞാൻ ഈ ഭഗവത്ഗീത പറഞ്ഞു നടക്കുന്നു. അത് ഞാൻ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണൻ എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അത് തന്നെ എൻ്റെ വായിന്ന് വരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിലൊന്ന് വെട്ടാനും ചുരുക്കാനും അത് തിരിക്കാനും മറിക്കാനും ഒന്നും എനിക്ക് തോന്നുന്നില്ല, ആവശ്യമില്ല. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്താണോ അർത്ഥം അത് അതേമാതിരി പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ അത് വളരെ കണിശമായിട്ട് നന്നായിട്ട് പറയും, ആധികാരികതയോടുകൂടി പറയും, അല്ലാണ്ട് പറയാൻ ഇഷ്ടമില്ല. അപ്പോൾ ഭവിതാനചമേ തസ്മാദന്യഃ പ്രിയതരോ ഭുവി. എന്താ പറയണത്? ഞാൻ ഈ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ആൾ, അതുപോലെ പ്രിയപ്പെട്ട ഒരാൾ, പ്രിയകൃത്തമഃ, സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആളുണ്ടല്ലോ ആ ആള്, അതിനേക്കാൾ മികച്ച ഒരുത്തൻ. ഭവിതാനചമേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. ഭൂമിയിൽ അതിനേക്കാൾ പ്രിയതരനായിട്ട് ഒരാളുണ്ടാവില്ല എന്ന്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവില്ല എന്ന്. ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൂതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പോട്ടില്ല താനും. എവിടെ പോയി കാര്യങ്ങൾ? അപ്പോൾ ആ ഭഗവത്ഗീതയുടെ പ്രസക്തി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് അർജുനന് മാത്രമല്ല പ്രസക്തമായിട്ടുള്ളത്, ലോകത്തിലുള്ള എല്ലാവർക്കും. ആർക്കാ മനസ്സിന് സങ്കടമില്ലാത്തത്? സങ്കടം തീരണം എന്നുള്ള വിചാരമില്ലാത്തവർ വല്ലവരും ഉണ്ടോ? ആ സങ്കടത്തിന് പരിഹാരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? എത്രയും വേഗം വേണ്ടേ? ഭഗവത്ഗീത വായിച്ചാൽ എന്തുണ്ടാവും? അശോച്യാൻ അന്വശോച, അതല്ലേ ആദ്യത്തെ ഉപദേശം. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുന ദുഃഖിക്കുന്നത്. അപ്പം അർജുനൻ്റെ ദുഃഖം അസ്ഥാനത്താണെന്നാണ് പറയണേ. അസ്ഥാനത്താണെങ്കിൽ പിന്നെ ദുഃഖിക്കണോ? ഉടനെ അർജുനൻ ദുഃഖം വിട്ടു. ആരെക്കുറിച്ച് ദുഃഖിക്കുന്നത്? ഭീഷ്മനെയും ദ്രോണനെയും കുറിച്ച്. അവരുടെ മുഖത്ത് നോക്കൂ, അത് വാടറുണ്ടോന്ന് ഇല്ല. പിന്നെ എന്തിനാ അർജുനന് ഇത്ര വാട്ടം? കണ്ണു തുറച്ചു, ദുഃഖമൊക്കെ തീർന്നു. അയ്യോ, ഭീഷ്മനെയും ദ്രോണനെയും കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുകയാണ് ഞാൻ. അവർക്കാണെങ്കിൽ ഒരു ദുഃഖവും ഇല്ല. വേണമെങ്കിൽ അവർ നമസ്കരിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾക്കെന്താ ഒരു കുലുക്കവുമില്ലാത്ത? എൻ്റെ മനസ്സ് പതർന്നുല്ലോ എന്ന്. അതല്ലല്ലോ ചെയ്തത്. കണ്ടമാനം വിതുമ്പി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി കൃഷ്ണൻ്റെ മുൻപിൽ. ഒരു നിലയ്ക്ക് അസംബന്ധം തന്നെ, സങ്കടരൂപത്തിൽ അങ്ങോട്ട് പറഞ്ഞു. ഇത്രയ്ക്കൊക്കെ വളച്ചു പിടിച്ച് നീട്ടി കാണിക്കാൻ, പരിപ്പിക്കാനുണ്ടോ? ഒന്നുമില്ല, നിസ്സാര കാര്യമാണ്. അവർക്കുള്ള ബുദ്ധി എനിക്കില്ല, അവർക്കുള്ള തൻ്റെ ഇടം എനിക്കില്ല, അവർക്കുള്ള സ്ഥൈര്യം എനിക്കില്ല. ആ സ്ഥൈര്യവും ബുദ്ധിയും തൻ്റെ ഇടം എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കിയേ വേണ്ടൂ. അതിന് പകരം എൻ്റെ അപ്പോ എന്തൊക്കെയാണ് ഈ അർജുനൻ പറഞ്ഞുണ്ടാക്കിയത്? ഒരാവശ്യമില്ല. അങ്ങനെ ആ ഉള്ള ദുഃഖത്തിനെ വിചാരം ചെയ്ത് എന്നേക്കുമായി എന്ന് പറപ്പിക്കുന്നതാണ് കൃഷ്ണൻ്റെ ഉപദേശം.
ആ ഉപദേശം സാർവത്രികമാണ്, ശാശ്വതമാണ്. എക്കാലത്തും എല്ലായിടത്തും എപ്പോഴും പ്രസക്തമാണ്, ഉപയോഗിക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിമാരുടെ മരണമൊക്കെ കഴിയുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ആ ശവസംസ്കാരം നടക്കുമ്പോഴും അപ്പോഴും ഇപ്പോഴും ഒക്കെ ഈ ഭഗവത്ഗീത ചൊല്ലുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. ഭഗവത്ഗീത ചൊല്ലാറില്ലേ? ചൊല്ലിക്കൊണ്ടിരുന്നു. എത്ര നല്ലതാ അത്, വളരെ വിശേഷപ്പെട്ടതാ. ഒരു ജീവിതഗാനമാണത്. ജീവിതഗാനം, പ്രവർത്തനഗാനം, സമ്പർക്കഗാനം, ദുഃഖനിർമാർജന ഗാനം, ആശയത്തെളിച്ച ഗാനം, സ്ഥൈര്യഗാനം. ന ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാന ച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതി മേ മതിഃ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? ന ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഏമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി. എൻ്റെ ഭക്തന്മാർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ഏറ്റവും വിശേഷം. നോക്കൂ, ഈ ഭഗവത്ഗീതയെ പറ്റി ഞാൻ ആലോചിക്കും. 5100 ചില്ലാനം കൊല്ലം മുൻപ് നമുക്ക് കിട്ടിയതാണിത്. വേദവ്യാസൻ എഴുതിയതാണ്. എത്രയോ കൊല്ലം കഴിഞ്ഞു. മഹാഭാരതത്തിൻ്റെ കൂടെ അതും അങ്ങനെ കഴിഞ്ഞുകൂടി. അതിനൊരു പ്രത്യേക സ്ഥാനമോ മതിപ്പോ ഒന്നും കിട്ടില്ല. കിട്ടിയത് എപ്പോഴാണ്? എനിക്ക് തോന്നണത് ഒരു പക്ഷത്തിൽ 1209 കൊല്ലം, പിന്നെ ഒരു പക്ഷത്തിൽ 2500 കൊല്ലം മുമ്പ് ശങ്കരാചാര്യൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ഗുരു ഗോവിന്ദപാദൻ്റെ നിർബന്ധത്താൽ ഈ ഒരു കാര്യം വേദാന്തം പറഞ്ഞ് മനസ്സിലാക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യൻ അതിനു വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പം അദ്ദേഹം ആദ്യം വിഷ്ണു സഹസ്രനാമത്തിനാണ് ഭാഷ്യം അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതിയത്, പിന്നെ ഭഗവത്ഗീതയ്ക്കാണ് എഴുതിയത്. അങ്ങനെ ആ ഒളിഞ്ഞു കിടക്കുന്ന ഭഗവത്ഗീതയെ പുറത്തേക്ക് കൊണ്ടുവന്നത് ശങ്കരാചാര്യൻ്റെ ഭാഷ്യമാണ്. ഭാഷ്യം മാത്രമല്ല, അദ്ദേഹം അന്നത്തെ വിദ്വാൻമാരുടെ ഓരോ സങ്കേതങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് വേദാന്തത്തെക്കുറിച്ച് വേണ്ടിടത്തോളം പ്രതിപാദനവും തർക്കവും എല്ലാം കഴിഞ്ഞ് പല ശിഷ്യന്മാരുമായി 3-4 മഠങ്ങളും സ്ഥാപിച്ച് അങ്ങനെ നിർത്തിപ്പോന്ന ആളാണ്. അപ്പോഴാണ് ഇതിനൊരു ബൂസ്റ്റ് കിട്ടിയത് ഈ ഭഗവത്ഗീതയ്ക്ക്. എനിക്ക് തോന്നുന്നു അതിനു മുൻപ് നമ്മുടെ സിദ്ധാർത്ഥൻ ബുദ്ധനുണ്ടല്ലോ, അദ്ദേഹം രാജകീയ ആ വംശത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ പലരും ബുദ്ധമതാനുയായികളായി. ആ ബൗദ്ധന്മാർ തപസ്വികളാണ്. ഹിന്ദുക്കളിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല. ഒരു ചിന്താഗതിയിൽ ഒരു വിശേഷം മാത്രമേ ഉള്ളൂ. ആ സന്യാസം സ്വീകരിച്ച് നല്ല തപസ്സും അതുമായി ആ ബൗദ്ധമത സ്വാധീനമുണ്ടല്ലോ, അത് കണ്ടമാനം ശതാബ്ദങ്ങളോളം ഇവിടെ തുടർന്നു. എത്ര തുടർന്നു എന്നോട് ചോദിക്കുകയാണെങ്കിൽ വളരെ കൊല്ലങ്ങൾ. അത് കഴിഞ്ഞ് ശങ്കരാചാര്യരുടെ ആവിർഭാവം 1250 കൊല്ലം മുൻപാണെന്ന് വെച്ചോളൂ. ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു 1300 കൊല്ലം. ആ 13 നൂറ്റാണ്ട് കാലം ഇവിടെ ബൗദ്ധമതത്തിൻ്റെ ആധിപത്യമായിരുന്നു. അതിനൊരു കുറവ് വന്നത് ഗൗഡപാദനും ശങ്കര ഭഗവത്പാദൻ എല്ലാം കൂടിയിട്ടാണ്. അത് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയണു, അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതി മേ മതിഃ. ഈ ഭഗവത്ഗീത വായിക്കുന്നതും പഠിക്കുന്നതും മനനം ചെയ്യുന്നതും അത് തന്നെ ഒരു ജ്ഞാനയജ്ഞമാണെന്നാണ് പറയണേ. ഇതിനു മുമ്പ് എന്ത് പറഞ്ഞു? ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ
സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ എന്നൊരു പ്രസ്താവന കൃഷ്ണൻ നടത്തുന്നുണ്ടായി. രണ്ട് തരത്തിലുള്ള യജ്ഞങ്ങളാണ്. ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അഗ്നികുണ്ഡത്തിൽ ഹോമിക്കുക, അഗ്നി ജ്വലിപ്പിച്ച്, അതൊന്ന്. പിന്നെയോ ജ്ഞാനയജ്ഞം. ഈ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത, അതുപോലെ ഉപനിഷത്ത്, അതുപോലെ ബ്രഹ്മസൂത്രം, ഇതെല്ലാം വായിച്ച് പഠിച്ച് ഗ്രഹിക്കുക. അതിന് സമയം ചെലവഴിക്കണം. വായിക്കാൻ കണ്ണുപയോഗിക്കണം. അത് ഉറക്കം വായിക്കുന്നുണ്ടെങ്കിൽ വായും ഉപയോഗിക്കണം. ആ ഉപയോഗിച്ച് വേണ്ടതുപോലെ അക്ഷരശുദ്ധിയോടുകൂടി വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഗ്രഹിച്ച് ഉള്ളിൽ ഒതുക്കുക. അതാണ് ജ്ഞാനയജ്ഞം. ഈ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാളും ഒക്കെ സമയം ചെലവ് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, അഗ്നിയിൽ ഹോമിച്ചാൽ നമുക്ക് സന്തോഷമായി, അത് ദഹിച്ചു പോയി, നമുക്കറിയില്ല പിന്നെ എന്താ ഫലം എന്ന്. ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗ്രഹിച്ചോ ഗ്രഹിച്ചില്ലേ എന്ന് നമുക്ക് സ്വയം അറിയാം. അങ്ങനെ ഗ്രഹിച്ചാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള പ്രേരണയായി. അപ്പോൾ ഇവിടെ പലരും സന്യസിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? ഭഗവത്ഗീത പറയണത് കേട്ടിട്ടും ഗ്രഹിച്ചിട്ടും പലരും സന്യസിക്കുന്നുണ്ട്. അപ്പം അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം തോന്നും. ഒരു നല്ല വിദ്യാർത്ഥി എന്ത് വിഷയം വേണമെങ്കിൽ പഠിച്ചോട്ടെ, കോമേഴ്സ് ആവട്ടെ, മെഡിസിൻ ആവട്ടെ, ഇലക്ട്രോണിക് സയൻസ് ആവട്ടെ, നല്ല ഒരു വിദ്യാർത്ഥി നല്ലപോലെ പഠിച്ചാൽ അയാളുടെ മനസ്സിൽ തോന്നേണ്ട പ്രേരണ എന്താ? ഞാനിത് എങ്ങനെ ഗ്രഹിച്ചുവോ, എൻ്റെ അധ്യാപകൻ പറഞ്ഞു തന്നുവോ, അതിനേക്കാൾ നന്നായി മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കണം എന്ന് തോന്നി അധ്യാപക വൃത്തിക്കാണ് ആദ്യം പോകേണ്ടത്. പക്ഷെ പോണത് അതിലല്ല, അതിൽ കാശ് കുറവാണ്. അപ്പോൾ വ്യവസായ മേഖലയ്ക്കാണ് പോണേ എല്ലാവരും. നല്ല കുട്ടികളും പോണത് അങ്ങടാണ്. പക്ഷേ നമുക്ക് നല്ല കുട്ടികളെ ആവശ്യം പഠിപ്പിക്കാനാണ്. ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ പഠിപ്പിക്കുന്നത് എപ്പോഴാണ്? അവനവൻ സ്വയം പഠിക്കുമ്പോഴാണ്. അപ്പോൾ അധ്യേഷ്യതേ ചേമം ധർമ്മ്യം സംവാദമാവയോഹോ. വളരെ ധർമ്മ്യമായിരിക്കുന്ന നമ്മൾ തമ്മിലുള്ള ഈ സംവാദമുണ്ടല്ലോ, ഇതാരാണോ വേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് അനുഷ്ഠിക്കുന്നത്, അവർ ചെയ്യുന്നത് ഒരു ജ്ഞാനയജ്ഞമാണ്. അവർക്ക് വേറെ യജ്ഞത്തിൻ്റെ ആവശ്യമില്ല. വൈദിക യജ്ഞങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ സന്യാസിമാരായി ഞങ്ങൾ അച്ഛനമ്മമാർക്ക് ശ്രാദ്ധം കൂട്ടുമോ? കൂട്ടില്ല. ശ്രാദ്ധവും കൂടിയില്ല. ആത്മപിണ്ഡം വരെ ഇട്ടിട്ടാണ് സന്യസിക്കേണ്ടത്. അപ്പം ബാക്കി കർമ്മങ്ങളൊക്കെ, വേദകർമ്മങ്ങളൊക്കെ വിട്ടു. ചെയ്യുന്നത് എന്താ? ഈ ഭഗവത്ഗീത പഠിക്കുക, ഗ്രഹിക്കുക, അതിലെഴുതാൻ സാധിച്ചാൽ എഴുതുക, ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ജ്ഞാനയജ്ഞങ്ങൾ നടത്തുക, സഞ്ചരിക്കുക, മനുഷ്യരെ കാണുക, സത്സംഗം നടത്തുക, ഇതൊക്കെയാണ് അവരുടെ ജീവിതം. ധാരാളം മതി. വൈദിക യജ്ഞങ്ങളെക്കാൾ എത്രയോ 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 മടങ്ങ് ഫലപ്രദവും പുണ്യവുമാണത്. ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ആ ജ്ഞാനയജ്ഞം നടത്തുന്നത് കൊണ്ട് ആ ആളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവനായിത്തീരുന്നു. ഇഷ്ടപ്പെട്ടവൻ. അപ്പം കൃഷ്ണന് ഇഷ്ടമുണ്ടാവണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് വേണം? ഗീത പഠിക്കണം. ഗീത പഠിച്ചാൽ കൃഷ്ണന് ഇഷ്ടപ്പെട്ടവരായി. നേരെ മറിച്ച് കൃഷ്ണ 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 എന്ന് ജപിച്ചതുകൊണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേണം തന്നെ ഇല്ല. വേണമെങ്കിൽ ഇത് പഠിക്കുന്ന സമയത്ത് പിന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കേണ്ട ആവശ്യമുണ്ടോ? കൃഷ്ണൻ പറഞ്ഞു തന്നത് മനസ്സിലാക്കാൻ വേണ്ടി വ്യഗ്രതയോടുകൂടി നമ്മുടെ മനസ്സും ബുദ്ധിയും പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ താഴെയല്ലേ നിൽക്കുള്ളൂ. അപ്പം ഈ പിറുപിറുക്കണത് കൃഷ്ണ 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 കൃഷ്ണ. ആ പിറുപിറുപ്പിന് എത്രത്തോളം വിലയുണ്ട്, അർത്ഥമുണ്ട്, ആലോചിച്ച് നോക്കിക്കോളൂ. അത് വേണ്ടാന്നോ ജപിക്കണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. എനിക്കത് പറയാൻ തന്നെ ഇഷ്ടമാവണില്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഉപദേശവും അതിൻ്റെ പ്രസക്തിയും വേണ്ടതുപോലെ ഗ്രഹിക്കാൻ വേണ്ടി വിചിന്തനം ചെയ്ത് വിചാരം ചെയ്ത് പരിശോധിച്ചു നോക്കി ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലി അക്ഷരശുദ്ധിയോടുകൂടി ഉറപ്പ് വരുത്തി ചൊല്ലി ഗ്രഹിച്ച് ഭഗവത്ഗീതയെ സ്വപ്നം കാണാൻ തുടങ്ങണം. നിങ്ങൾ കുറേ കൊല്ലങ്ങൾ മുൻപ് കുറേ ഭക്തന്മാരോട് കൂടി ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ ബോംബെ നഗരത്തിൽ അവിടെ സ്പെഷ്യൽ ഒരു ബോഗിയിലാണ് പോയത്. അവിടെ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ ഒരാൾ കാണാൻ വന്നു. അപ്പം അദ്ദേഹം കാണാൻ വന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര
തത്ര ശ്രീർ വിജയോ ഭൂതി ധ്രുവാനി ധർമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോഗിയുടെ ഉള്ളിലേക്ക് കിടന്നത്. അത് കേട്ടപ്പോൾ എന്ത് സന്തോഷം തോന്നിയെന്നറിയോ എനിക്ക്. അത് പറഞ്ഞുകൊണ്ടാണ് വന്നേ. അപ്പോൾ ഇത് കേട്ട് പഠിച്ച് ഉരുവിട്ട് അതിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മുഖസ്ഥമാക്കി ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയും ഓർമ്മ വെച്ചും ചിന്തിച്ചും പോകുന്നവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അതിലൊരാളാവാൻ എന്താ വിരോധം? എന്താ അതിന് വിരോധം എന്ന് പറയും? അതിലൊരാളായിക്കോളൂ. അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ഇതിന് സമാന്തരമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ ഉദ്ധവനോട് സംസാരിക്കുന്ന സമയത്ത് പറയുകയാണ്, യേതത് സമധീത പവിത്രം പരമം ശുചി സഭൂയേത അഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ. ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ്. ഏകാദശ സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകമാണിത്. യേതത് സമധീത പവിത്രം പരമം ശുചി സഭൂയേത അഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ. ഞാൻ ഉദ്ധവന് പറഞ്ഞു തന്ന ഈ ഉപദേശമുണ്ടല്ലോ, ഉദ്ധവൻ്റെ ആവശ്യപ്രകാരം, ഇത് വളരെ പവിത്രവും പരമവും ശുചിയുമാണെന്ന്. ഇത് വളരെ പവിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമാക്കുന്നത്, പവിത്രമാക്കുന്നത്. പരമം അങ്ങേ അറ്റത്തുള്ളത്, അങ്ങേ അറ്റത്തെ ശ്രേഷ്ഠം, ഇത് വിട്ടൊന്നുമില്ല. ശുചി, മനുഷ്യനെ വളരെ ശുദ്ധമാക്കി വൃത്തിയോടുകൂടിയും വെടുപ്പോടുകൂടിയും വരുത്തുന്നത്. സ പൂയേത അഹരഹർ മാം ജ്ഞാനദീപേന ദർശയൻ. ഏതത് സമധീത. ഞാൻ ഈ തന്ന ഉപദേശം വേണ്ടതുപോലെ വായിച്ച് ചൊല്ലി മനസ്സിലാക്കണം. അത് ചൊല്ലുന്ന സമയത്ത് അക്ഷരശുദ്ധി ഉണ്ടോ എന്ന് നോക്കാൻ ഉറക്ക ചൊല്ലേണ്ടി വരും. ഉറക്ക ചൊല്ലുമ്പോൾ ചെവി കേൾക്കും. നമ്മുടെ ചെവി മാത്രമല്ല, അടുത്തുള്ളവരും കേട്ടു എന്ന് വരും. നിങ്ങൾ നല്ലപോലെ ചൊല്ലുകയാണ് ജപിക്കുകയാണെന്ന് വന്നാൽ 10 പേര് കൂടെ വന്നത് കേൾക്കാനും ഉണ്ടാവും. ഇപ്പോൾ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ, ഇപ്പോൾ ഇന്നാൾ എന്നോട് ബോംബെയിൽ നിന്ന് ഒരാൾ ടെലിഫോൺ ചെയ്യുക, ജാനകി ജയറാമൻ, ഞങ്ങളൊരു വിഷ്ണു സഹസ്രനാമം നടത്താൻ പോവാന്ന്. അവസാനം 10-30 ആൾക്കാരെ വിളിച്ച് അവർ 10-11 തവണ വിഷ്ണു സഹസ്രനാമം ജപിച്ച് അവർക്കൊക്കെ ഭോജനവും ഭക്തിഭോജനവും ഒക്കെ കൊടുത്ത് എല്ലാം വൃത്തിയായിട്ട് ചെയ്തു. എന്നപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയേ? അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിക്കണം, നല്ലോണം പോലെ ചൊല്ലണം, നിങ്ങളൊന്ന് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ പലരും അത് വന്ന് കേൾക്കാനുണ്ടാവും. ആദ്യമായിട്ട് അവരവർക്ക് തന്നെ കേൾക്കാമല്ലോ. അപ്പോൾ വളരെ പവിത്രമാണ്, പരമമാണ്, ശുചിയാണത്. അങ്ങനെ ആയാൽ ഇതിങ്ങനെ ഉറക്കെ വായിച്ച് കേട്ട് ജപിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നവർ സ പൂയേത അഹരഹർ മാം ജ്ഞാനദീപേന ദർശയൻ. ഒരേ ദിവസവും അവർക്ക് അതുകൊണ്ട് പവിത്രത കൈവരും. തന്നെ ശുദ്ധീകരിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. മാം ജ്ഞാനദീപേന ദർശയൻ. എന്താ അതിനർത്ഥം? ഈ ഉപദേശത്തിലെ എല്ലാം തന്നെ പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നതാണ്. പരമാത്മാവിൻ്റെ പ്രതീകമായിരിക്കുന്ന കൃഷ്ണനെ വെളിപ്പെടുത്തുന്നതാണ്. സദ്ഗുരുവിൻ്റെ മഹിമയെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്നെ ജ്ഞാനദീപേന ദർശയൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്ന വിളക്ക് കൊളുത്തി ഭഗവാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ ഉപദേശം. ഉറക്കെ ചൊല്ലി നമ്മൾ തന്നെ കേൾക്കുമ്പോൾ അതുകൊണ്ടുള്ള വെളിച്ചം നമ്മളെ തന്നെ അത് വെളിപ്പെടുത്തുന്നു. അതേമാതിരി സമാനമായി ബാക്കി കേൾക്കാൻ അടുത്ത് വന്ന് കൂടിയിട്ടുള്ളവർക്ക് അവർക്കും ഈ ജ്ഞാനപ്രകാശം ഉണ്ടാകുന്നു. അപ്പോൾ ഉറക്കെ പറയണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മന്ത്രമല്ല, ഇത് ശ്ലോകമാണ്, ഉപദേശമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വായിക്കാം. യേതത് സമധീത പവിത്രം പരമം ശുചി സഭൂയേത അഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ. ഇപ്പം ഞാൻ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടല്ലേ നിങ്ങളോട് പറയുന്നത്? ഇത് ഉറക്കെ ചൊല്ലാതെ പറ്റുമോ? ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ആ കേൾക്കുന്നവർക്കൊക്കെ എന്താണ് വെളിപ്പെടുന്നത്? ശബ്ദം കൊണ്ടും അക്ഷരം കൊണ്ടും വാക്യം കൊണ്ടും ഭഗവത് പ്രഭാവം, ഭഗവത് സാന്നിധ്യം.
ആത്മാ എന്ന് പറയുന്ന ആശയത്തിൻ്റെ തെളിച്ചം, ആ ആത്മസാന്നിധ്യം എങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാവരോടും കൂടി എങ്ങനെ വാഴുന്നു, എന്താ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പം ജ്ഞാനദീപം കൊളുത്തി കാണിച്ചു കൊടുക്കുന്നത് പോലെ പരമാത്മാവിനെ വെളിപ്പെടുത്തി തരുന്നതാണ് ഈ സംവാദം മുഴുവനും. അത് വായിച്ച് കേട്ട ബാക്കിയുള്ളവരെയും കേൾപ്പിക്കാൻ സാധിച്ചാൽ അതിനുണ്ടാവുന്ന ഫലം വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. കേൾക്കുന്നവർക്കൊക്കെ ശുദ്ധി ഉണ്ടാവും, പരമമായ ഒരാശ്രയം അവർക്ക് പിടികിട്ടും, അങ്ങേയറ്റത്തുള്ള ഭക്തിയും ആ ഭക്തിയിൽ ആശ്രയവും അവരുടെ മനസ്സിന് തോന്നും. യേതത് സമധീത പവിത്രം പരമം ശുചി സപൂയേത അഹരകർമാം ജ്ഞാനദീപേന ദർശയൻ. ഒരു ശ്ലോകം അടുത്തത് 28-ാമത്തത് പറയുകയാണ്. ഇത് 27-ാമത്തെ ശ്ലോകമായി 29-ാം അധ്യായത്തിൽ. യേതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്രഹ ശൃണുയാന്നരഃ മയി ഭക്തിം പരാം കുർവൻ കർമ്മഭിർ ന സബധ്യതേ. യേതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്രഹ ശൃണുയാന്നരഃ മയി ഭക്തിം പരാം കുർവൻ കർമ്മഭിർ ന സബധ്യതേ. കൃഷ്ണൻ പറയുകയാണ് ഭാഗവതത്തിൽ, ഞാൻ ഈ പറഞ്ഞു തന്നത് കേൾക്കാനുള്ള ഒരു പ്രേരണയോ ഉത്സാഹമോ രുചിയോ മനസ്സിൽ തട്ടി ആരെങ്കിലും ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നിരിക്കട്ടെ. അദ്ദേഹം വിവരിക്കുകയാണ്, ഏതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്രഹ ശൃണുയാത് നരഹ. യഹ നരഹ നിത്യം ശ്രദ്ധയാ അവ്യഗ്രഹ ഏതത് ശൃണുയാത്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സ് വ്യതിചലിക്കാതെ കേന്ദ്രീകരിച്ച് ആരാണോ ഇത് കേൾക്കുന്നത്, നിത്യം എന്ന് വെച്ചാൽ നിരന്തരം, അങ്ങനെ കേൾക്കുന്നവർ എങ്ങനെ കേൾക്കണം? മൈ ഭക്തിം പരാം കുർവൻ, എന്നിൽ പരമമായ ഭക്തി പ്രയോഗിച്ചുകൊണ്ട് കർമ്മഭിർന സബധ്യതേ, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നുകൊണ്ടും അവർക്ക് ഒരു ബാധയും ഉണ്ടാവില്ല. കർമ്മബന്ധം എന്നൊന്നും അവർക്കില്ല തന്നെ. അവർക്ക് മുക്തിയും മോചനവും മാത്രമേ ഉള്ളൂ. ഏതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്രഹ ശൃണുയാന്നരഃ മയി ഭക്തിം പരാം കുർവൻ കർമ്മഭിർന സബധ്യതേ. നോക്കൂ, ഈ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവത്ഗീതയായാലും ശ്ലോകരൂപത്തിലുള്ള സംവാദമാണത്, അവതരണമാണ്. അത് മുഴുവനും നമ്മൾ വായിച്ച് വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഗാനരൂപത്തിൽ ശ്ലോകരൂപത്തിൽ ചൊല്ലിക്കൊണ്ടും പാടിക്കൊണ്ടും ഇരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നാണ് നിങ്ങൾ വിചാരിക്കണേ? പ്രതിദിനം ഒരു അരമണിക്കൂർ ഇതിന് ചെലവ് ചെയ്യുമപ്പാ. 1 മണിക്കൂർ. ഞാൻ ജംഷഡ്പൂരിൽ ഒരു കുട്ടിയുടെ അടുത്തൊരു ഭാഗവതം പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിക്കുമെന്ന്. 1 കൊല്ലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് വായിച്ചു, 1 തവണ വായിച്ചു, എത്ര തവണ വായിച്ചു? 1 തവണ മുഴുവനായിട്ടില്ല എന്നാണ് പറയണേ. 1 കൊല്ലേ! എന്താ അത് കഥ? അവൾക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. ആ വിഷമങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷമം തീരാൻ എനിക്ക് നിനക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാ, ഒരു ഭാഗവതം പുസ്തകം, ഇത് വായിക്കൂന്ന്. വായിക്കണ്ടേ വേണ്ടതുപോലെ എടുത്ത്? ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ വായിച്ച് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും കിട്ടുമപ്പാ. കാമധുക്ക് എന്ന് വരെ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏഷവോസ്ത്വിഷ്ടകാമധുക് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. കാമധേനുവെ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇത് വർഷിക്കുന്ന. അത് അക്ഷരം പ്രതി ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഏതത് ശ്രദ്ധയാ നിത്യം അവ്യഗ്രശൃണുയാന്നരഃ മയി ഭക്തിം പരാം കുർവൻ കർമ്മഭിർന സബധ്യതേ. സർവകർമ്മബന്ധനവും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവായി. സർവബന്ധനവും പോവും, ഒന്നും അവിടെ ബാക്കി നിൽക്കില്ല. നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കൂ. അപ്പം അത് ഈ ഭഗവത്ഗീതയോ ഭാഗവതമോ നിറയ്ക്കൂ, നിറയ്ക്കൂ, നിറയ്ക്കൂ. നിങ്ങളുടെ കുട്ടികളൊക്കെ അതിൻ്റെ പാട്ടിൽ വളർന്നോളും. അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. പിന്നെ പ്രകൃതിയുടെ ഹസ്തങ്ങളിൽ അങ്ങോട്ട് വളർന്നോളും അവർ. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കില്ല. വായിച്ചത് ഉൾക്കൊള്ളൂ.